ഇന്ന് ചൂടോടെ ഒരു സ്ഥാനാർത്ഥിയും കിട്ടിയിട്ടുണ്ട്. ആരാത്? തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്ന അഖിൽ മാരാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ചേട്ടാ അഭിനയിച്ച സിനിമയാണല്ലോ. അപ്പൊ കണ്ടപ്പോഴത്തിന് സോ എന്താ തോന്നി? വളരെ മോശം തോന്നി. ഞാൻ അങ്ങനെ പറയാൻ വിചാരിച്ചിരുന്നു. ജന ഉറങ്ങിയെന്നായി. ഞാൻ ആദ്യം പറയാൻ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ പറയുന്നത് എന്തായിരിക്കും? എങ്ങനെ നിങ്ങൾ റിയാക്ട്? ഇനി ഞാൻ മാറ്റി നിലപാട് ഏതൊക്കെയാന്ന് പറ. ഞാൻ ബിഗ് ബോസ് പോകില്ലെന്ന് പറഞ്ഞു. ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ ആണോണ്ടോ നായനക്ക്? അതിന്റെ 7 അയലത്ത് വരാൻ ഇന്നത്തെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഇന്ദിരാഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ടാണ്. സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അഖിൽ മാരാർ. 2000 പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു പ്രത്യേകത ഈ ഏറ്റവും സാധാരണക്കാർക്കിടയിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് കൃത്യമായിട്ടറിയാം. എനിക്ക് ഉറപ്പുണ്ട്. നിനക്കോ? എനിക്കിതിലൊരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇല്ലേ? നിനക്ക് പ്രതീക്ഷയുള്ളപ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അവിടെ നിന്ന് അതിനുശേഷം കോൺഗ്രസിലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. എന്താ അല്ല എന്താ പരിപാടി? നിനക്ക് സമാധാനം എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ ഒരാൾ മനസ്സിൽ കാണുമ്പോൾ അഖിൽ മാരാർ അത് മാനത്ത് കാണുന്ന ഒരാളാണെന്നുള്ളത്. അങ്ങനെ ഒരു സാധനം ഉണ്ട് അഖിൽ മാരാറിന്. അധികാരം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നശിച്ചുപോയി. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ പണി അവർ ചെയ്തു. എന്റെ പണി പോലെ ഇരിക്കണ ശരിക്കും കയ്യിൽ നിന്ന് ഇരിക്കണ. പ്രേക്ഷകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ പറയുന്ന പകുതിയെ വിശ്വസിക്കും. ഞാൻ അങ്ങനെ വലിയ സത്യമൊന്നും പറയുന്ന ആളൊന്നുമല്ല. നമ്മള് പറയുന്നതാണ്. നമുക്കിട്ട് തന്നെ ലാസ്റ്റ് കൊള്ളാം. മോശമായി പോയിട്ടോ. അതെ ഭയങ്കര മോശമായി പോയി. അതെ.